അപ്പം അശ്വതിയുടെ ലാബിൽ ആരും വരണില്ല. ഒന്നാമത്തെ അത് ഉള്ളിലോട്ട് മാറി നിൽക്കണതാണ്, ആരും കാണത്തില്ല, അതാണ് വിഷയം. ഇപ്പം ലാബും ഇതുപോലെ ബേക്കറി പോലെ പൂട്ടാൻ പോവുകയാണ്. അപ്പം അശ്വതി വന്ന് മാതാവിൻ്റെ അടുത്ത് കുറേ നേരം ഇരിക്കും. എന്തിയാക്കി ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ധാരണയില്ലാത്ത കാരണം ഇവിടെ വന്ന് ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് കുറച്ച് കണ്ണീരിട്ടും പോകും. അത് ആൾക്കാർ ചില ആൾക്കാരൊക്കെ ചെയ്യണം അങ്ങനെയാണ്. ഇവിടെ വന്ന് ആദ്യമൊക്കെ ഈ ആൾക്കാരുടെ ബഹളം കാണുമ്പോൾ എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ പറ്റാതെ അവർ അന്താളിച്ച് പോകും. അവർ വന്നിരുന്ന് ഇത്തിരി കണ്ണീരിട്ടും പോകും. പക്ഷെ മാതാവ് അവിടെ കൂടെ പോകും. അതാണ് കുഴപ്പം. അപ്പോൾ അവൾക്ക് തോന്നി എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാൻ തോന്നി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഒരു ജ്വരം എന്ന് പറയണത് എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. സാക്ഷ്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലുകളാണ്. നിൻ്റെ ഒരു വാതിൽ ആ സാക്ഷ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ ആ വാതിൽ തുറന്ന് കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ആ വാതിൽ തുറന്ന് നീ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. സാക്ഷ്യത്തിൻ്റെ ഗുണം അതാണ്. അപ്പോൾ അശ്വതിക്ക് തോന്നി ബാങ്കിൽ പോയി ലോൺ ചോദിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ ഈ ലാഭം അവിടെ കെട്ടിടം കണ്ട ഒരു മനുഷ്യൻ ലോൺ കൊടുക്കത്തില്ല. കാണാൻ പറയാം. നമുക്കാരാണ് ലോണ് തരണത്? പാപി ചന്ദനം പാതാളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ആൾക്കാർ മനസ്സിടിഞ്ഞ് കിടപ്പുണ്ടേ. അശ്വതി അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇവർ എംപവറായി. ഇവർക്ക് ഏത് മാനേജറിൻ്റെ അടുത്തും പോയി ചോദിക്കാനുള്ള ചങ്കൂറ്റം മാതാവ് കൊടുത്തു. മാതാവിന് പണ്ട് ചങ്കൂറ്റമുള്ള കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ടല്ല ഒരു കുറേ ഇറച്ചിയുടെ മകൻ്റെ ചോര ചവിട്ടി ആള് തല പുകഞ്ഞ് താഴെ പോകാതെ മര്യാദക്ക് നിൽക്കണം കണ്ടില്ലേ? 3 മണിക്കൂറാണ് നിന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ ആ മാതാവ് നിന്നത് 3 മണിക്കൂറാണ്. ഇത്തിരി കൂടിയ പുള്ളിയാണ്. അപ്പം ആ ആളിൻ്റെ ഒരു ആത്മീയ ആവേശനം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആത്മധൈര്യം ഉണ്ടാവും ഉടനെ. ആശുപത്രിയിൽ പോയി മാനേജറോടത്ത് ഞാൻ ചോദിച്ചു, മാനേജറെ ഇന്ന ലോണുണ്ടല്ല, ഞാൻ ഈ ചെറിയൊരു വ്യവസായം ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിന് അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്താലേ ആൾക്കാർ വരത്തുള്ളൂ. എനിക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കണം. എനിക്ക് 12 ലക്ഷത്തിന് ലോണുണ്ട്, അത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മാനേജർ പറയും, നിങ്ങൾക്ക് അതിനുള്ള സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 90% സബ്സിഡിയാണ്, അല്ലെ ഗ്രാൻഡാണ്. ബാക്കിയാണ് കുറച്ച് ഇതുള്ളത്. പലിശ നമുക്ക് അടക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ലോണ് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിലൊക്കെ ഇങ്ങനെയുള്ള ലോണെന്ന് പറയുമ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ലോണാണ്. അവരുടെ ആൾക്കാർക്കൊക്കെ അവർ ഒപ്പിച്ച് കൊടുക്കണമെന്നല്ലാതെ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും. പാർട്ടിക്കാരും ഉണ്ടാവും, ബാങ്ക് മാനേജറും ഉണ്ടാവും, ബോർഡ് മെമ്പേഴ്സും ഉണ്ടാവും. അവർക്ക് കളി അറിയാവുന്നതുകൊണ്ട് അവരുടെ ചുറ്റപ്പന്മാർക്ക് അങ്കിളുമാർക്കൊക്കെ ഇത് സാധനം കിട്ടും, അങ്ങനെ കിട്ടും. അതാണ് ഇതിൻ്റെ രീതികൾ. എല്ലാ ബാങ്കും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പൂർവ്വ ഇതുപോലെ ഉണ്ട്, ഒത്തിരിയേറെ ഷെഡ്യൂളുണ്ട്. പക്ഷേ അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് തുറന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോകണമെങ്കിൽ, അതുകൊണ്ട് ഇവളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് എവിടെ പോയാൽ ഉപ്പെടുത്തിടുകയുള്ളൂ. ആദ്യം തന്നെ ചെയ്യണത് എന്താണ്? ഈ വിശ്വാസ പ്രയോഗം ഉടമ്പടി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയിൽ പുതുതായിട്ട് അഡീഷൻ ചേർത്തിരിക്കുന്നത് എന്താണ്? പഴയകാല വിശ്വാസ പ്രയോഗങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. പഴയകാലത്ത് വിശ്വാസമൊക്കെ രൂപപ്പെട്ട് വരുന്ന കാലത്ത് ദൈവം വിശ്വാസ പ്രയോഗങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അത് ദൈവനാമത്തിൽ അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ശക്തിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉടമ്പടി അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സംഭവം പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അശ്വതി ഇവിടെ പോയാലും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടും. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും, വിശ്വാസപ്രമാണം അതിൻ്റെ സിദ്ധാന്തമാണ്, തിയറി. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രയോഗം എന്താണ്? ആ ഉപ്പ് നിക്ഷേപിക്കുന്നതാണ് പ്രയോഗം എന്ന് പറയണത്. ഇപ്പം നമ്മൾ കാശിലൊക്കെ കുഴിച്ചെടുത്തില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞ് കാശിലും കുഴിച്ചിടുന്നില്ല, സ്ഥാപിക്കണം നമ്മൾ ചെയ്യണത്. എന്താ കാര്യം? കുരിശ് ഭൂമിയിലായി സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണ്. ഈ കുരിശ് സ്ഥാപിച്ചുകൊണ്ടാണ് ലോകത്ത് രക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ ആണെങ്കിലുണ്ടെങ്കിൽ വിടുതലിൻ്റെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് കാശ് രൂപ യേശുനാമത്തിൽ
സ്ഥാപിക്കണത്. നിങ്ങൾ കുഴിച്ചിടണം നിങ്ങൾ ഒരിക്കലും പറയരുത്, സ്ഥാപിക്കുകയാണ് ചെയ്യണത്. അത് ആദ്യം ചെയ്ത് പിതാവായ ദൈവമാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടിരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭൂമിയിലെ വിശ്വാസം സ്ഥാപിക്കും. ആ സ്ഥലം കർത്താവിൻ്റെതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ അതിക്ക് മുമ്പ് നിങ്ങളിത് പ്രയോഗിക്കാനും പ്രഖ്യാപിക്കാനും പോരുന്ന ആളാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് വിഷയം. ചില ആൾക്കാർ പ്രഖ്യാപിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഒക്കാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നിങ്ങളെ ദൈവത്തിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താ പിടിക്കാത്തതിൻ്റെ കാരണം? ഒന്ന്, നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പഴയ പുതപ്പെടുത്ത് പുതക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് പ്രശ്നം. അത് വലിയ അപകടമാണ്. നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, നേടാനുള്ളത് നേടിക്കഴിയുമ്പോൾ പഴയ തെരേസ്യാമ്മയായിട്ട് മാറും. അത് ദൈവത്തിന് അറിയാം. ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടാവുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിടാൻ പറ്റാത്തത് കൊണ്ടാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയണത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു അഭ്യാസമൊക്കെ കാണിച്ച് ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ഇനി ഒരു കാലത്ത് ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വേഷം എടുത്ത് കെട്ടുകയാണെങ്കിൽ ദൈവത്തിന് ഇപ്പം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെ പ്രയോഗിച്ചിട്ട് ഒക്കാത്തതിൻ്റെ കാരണം എന്താണ്? നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് പറയണത്. റബ്ബി, അങ്ങേക്ക് എങ്ങനെ അറിയാം? അപ്പം നിൻ്റെ പഴയ ചലനങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്നാ. നിൻ്റെ നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പം പഴയ ചലനങ്ങളിൽ എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് കുഴപ്പം. നീ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. നദ്ദാനിയൻ്റെ അടുത്ത് അത്തിവൃക്ഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 1:48. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പൊ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്ന സമയത്ത് ഈശോ അവനെ കണ്ടെന്നാ പറയണത്. ആ കാഴ്ച എന്താണ്? വിദൂര കാഴ്ചയാണ്. ദൈവികമായ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. ഈ കണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിൻ്റെ കർത്താവിനോട് വന്ന് 10 ദിവസം ചോദിക്കുന്നില്ലേ, നമ്മൾ നികുതി കൊടുക്കണോ, മക്കൾ നികുതി കൊടുക്കണോ എന്ന് ചോദിക്കും. നമ്മുടെ നികുതി ദേവാലയ അധികാരികൾ നികുതി പിരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ, ശിമയോനെ നിനക്കെന്ത് തോന്നുന്നു? മക്കളാണോ നികുതി കൊടുക്കേണ്ടത്, അടിമകളാണോ? അപ്പോൾ ശിമയോൻ പറയും, അടിമകളല്ലേ നികുതി കൊടുക്കേണ്ടത്, കപ്പം കൊടുക്കേണ്ടത്. ശരി. അപ്പോൾ കർത്താവ് ചോദിക്കും, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണല്ലോ. തീർച്ചയായിട്ടും, അപ്പോൾ നമുക്ക് കൊടുക്കണ്ട എന്ന് പറയാം. അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടി നീ നികുതി കൊടുക്കണം. എന്തിനു കൊടുക്കണം? നീ കടലിൽ പോയി ചൂണ്ടയിടണം, ഒരു മത്സ്യം കിട്ടും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്. നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും. അതാ ഗലീല കടലിൽ ഒത്തിരി ഉള്ളതാണ്. ഒരെണ്ണത്തിന് 700 രൂപയാണ് വില. ഒരെണ്ണത്തിന് നമ്മുടെ ഇവിടുത്തെ 700 രൂപയാണ്. അവർ 2 ഒലിവുകായും കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊള്ളിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. ഈ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറയുന്ന സംഭവത്തിലാണ് കർത്താവ് പറയണത്, ഇതിൻ്റെ വായിലൊരു സ്ഥാദ്യോനം ഉണ്ടാകുമെന്ന് പറയും. ഒരു സ്വർണ്ണനാണയമാണ്. അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കാൻ പറയാം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മത്തായി 17:27. മത്തായി 17:27.
എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. എന്താ പ്രശ്നം? കടലിൽ കൂടി ഒഴുകിപ്പോകുന്ന, കടലിൽ കൂടി നീന്തിപ്പോകുന്ന മത്സ്യത്തിൻ്റെ വായിരിക്കുന്ന നാണയത്തെ പോലും, അല്ലെങ്കിൽ കരിമീൻ പോലെ ടൈപ്പിനുള്ള പരിപാടിയാണ്. എന്ത് കിട്ടിയാലും അവൻ വിഴുങ്ങി വെക്കും അതിൻ്റെ അകത്ത്. അങ്ങനെ എന്തോ നാണയം വിഴുങ്ങിയ, പക്ഷേ ഈ ബൈബിൾ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിന് വേറെ ചില കൊണോട്ടേഷൻ കണ്ടുപിടിച്ച് ലോജിക്കാക്കി കളയും. ഇങ്ങനെ അവരുടെ കണ്ടുപിടിലുള്ള അസുഖമാണ്, ചെറിയൊരു അസുഖമാണത്. പക്ഷേ എല്ലാം പറഞ്ഞ് ലോജിക്കാക്കി കളയും. അങ്ങനെയൊന്നുമല്ല. ഇതിൽ റിയലായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ്, കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന മത്സ്യങ്ങളെ കർത്താവ് നേരിട്ട് കാണുകയാണ്, ദാനിയേലിനെ കണ്ടതുപോലെ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കുന്ന കാരണം നമ്മൾ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ വായിലെ സ്വർണ്ണ നാണയം കണ്ട കർത്താവ് നീ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിൻ്റെ അവസ്ഥയും കാണുന്നുണ്ടാവും. അതാണൊരു കുഴപ്പം. അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് ഓഡിറ്റിങ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓഡിറ്റിംഗ് ഉള്ളത് കാരണം നമ്മൾ ഫ്രോഡാകാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാ, ഒരു യഥാർത്ഥ ഇസ്രായേലിൻ ഇവർ കാപഠ്യമില്ല. നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാപഠ്യമില്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഉടമ്പടിക്ക് ശേഷവും രൂപപ്പെടുത്തിയെടുക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കട്ടെ. എൻ്റെ പേര് അനില സ്റ്റീഫൻ. ഞാൻ വരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പൂങ്കാവ് ഇടവകയിൽ നിന്നാണ്, അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച്. 2023 ഒരു ഉടമ്പടി എടുത്ത് വളരെ ഗംഭീരമായി ഉഴപ്പിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഉടമ്പടി എടുത്ത് ഉഴപ്പി അത് കഴിഞ്ഞിട്ട് ഒരു ജോലി ആവശ്യത്തിനായി ദുബായിലേക്ക് വിസിറ്റ് എടുത്ത് പോവുകയുണ്ടായി. ആ സമയത്തൊന്നും ഈ ഉടമ്പടിനെക്കുറിച്ച് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ദുബായിക്ക് പോയത്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പോകുമ്പോൾ എൻ്റെ ആ ഉഴപ്പിയ ഉടമ്പടിയുടെ പ്രാർത്ഥനാ ബുക്കും ഉപ്പും എണ്ണയെല്ലാം ആയിട്ടാണ്, വിശുദ്ധ ഉപ്പും എണ്ണയായിട്ടാണ് ഞാൻ പോയത്, തൈലമായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നു 1 മാസം ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം 9 മണി തൊട്ട് 6 മണി വരെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജോബ് സൈറ്റുകളിലും 100-ൽ കൂടുതൽ എത്രണ്ണം ചെയ്യുന്ന എനിക്കതിന് ഓർമ്മയില്ല, അത്രയധികം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. അവിടെ ചെന്ന് ആ ജോലി തന്നെ ചെയ്യണമെന്ന് ഒരാഗ്രഹത്തോടു കൂടിയാണ് പോയത്. അവിടെ ചെന്ന് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു റിപ്ലൈ മെയിൽ പോലും, ഒരു കോള് പോലും, എനിക്കൊരു എൻക്വയറി കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ 4 വർഷം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ ഡിഗ്രികളോ അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ എല്ലാം വെറുതെയാണ്. ഒരു മൈനസിൻ്റെ താഴെ വല്ലതും ഉണ്ടെങ്കിൽ അത്രയും താഴെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യൂട്യൂബിൽ ഞാൻ വീണ്ടും സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്, ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ആ ധ്യാനത്തിൽ ഇങ്ങനെ ഓരോന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരിച്ചു വരണം, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി ബുക്ക് എടുത്തിട്ട്, പ്രാർത്ഥന ബുക്ക് എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ തുടങ്ങി. ഒരു പക്ഷേ ഒരു പ്രാവശ്യം ഉഴപ്പിയത് കൊണ്ടും ഇനി ഞാൻ ഉഴപ്പോ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടുമായിരിക്കാം അത് ഒന്നും നടന്നില്ല. എൻ്റെ വിസിറ്റ് നമുക്കറിയാം, ദുബായിലേക്കുള്ള വിസിറ്റ് വിസ എന്ന് പറയുന്നത് 2 മാസമാണ്. 2 മാസം തീരാറായി, ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു, ഒരു എൻക്വയറി കോളോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതൊന്നുമല്ല, ഞാൻ ഇനിയും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ ഇനിയും കൂടുതൽ മുറുക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇത്രയും റിജക്ഷൻസും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടാണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, ഇട്ടിട്ട് പോവാന്നുള്ളൊരു വിചാരത്തിലേക്ക് വരേണ്ട ഒരാളാണ്. പക്ഷേ മാതാവ് എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ
പ്രാർത്ഥനയിൽ മുറുകി ജീവിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തൊരു വിസിറ്റ് എടുത്ത് വീണ്ടും പ്രാർത്ഥനയും ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളോർക്കും ഓക്കെ അവൾ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു, അപ്പോൾ ഉടനെ തന്നെ അടുത്ത ജോലി കിട്ടിയെന്ന് വിചാരിക്കും. രണ്ടാമത്തെ വിസിറ്റ് തീർന്നു, എനിക്ക് ഇങ്ങോട്ട് തീരേണ്ട ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. ഒരു കോള് പോലും വന്നില്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ചോദിച്ചു ഇനി എന്താണ് ഞാൻ ചെയ്യാനുള്ളത്, കാരണം ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടുതൽ അടുത്ത് ചോദിച്ചു ഇനിയും ഞാൻ പ്രാർത്ഥിക്കണ്ട, അതോ നീ എനിക്കിവിടെ നിൽക്കാനില്ല, ഞാൻ നാട്ടിൽ പോയി ജോലി ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ എൻ്റെ ബ്രദറിലോൻ്റെ മാരേജ് വരികയായിരുന്നു. അപ്പോൾ മാരേജിന് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദ്യം ഉണ്ടാവും, കാരണം റിലേറ്റീവ്സ് എല്ലാം മാരേജിനുണ്ടാവും. എല്ലാവരും ചോദിക്കും വലിയ കാര്യത്തിൽ ഓടി ദുബായിക്ക് പോയതാണ്, ജോലിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു, ചുമ്മാ നിൽക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത്രയും ഒരു നാണക്കേട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവരോട് എനിക്ക് പറയണം ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് ഞാൻ നേടിയെടുത്ത ജോലിയാണെന്ന് എനിക്ക് മഹത്വപ്പെടുത്തണം. ഒന്നും വേണ്ട, നീ ഒരു 2 മാസത്തെ ജോലി എനിക്ക് തന്നാൽ മതി, ആ ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് കോളൊന്നും വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഓക്കെ നീ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ നാട്ടിൽ പോയി ഒന്നുകൂടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഓഫീസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, മാക്സിമം അവിടെ 6 ആണ്. 6 മണി കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വരികയാണ്, ഒരു ഇൻ്റർവ്യൂ കോള്. നിങ്ങൾ നാളെ സാറ്റർഡേ തന്നെ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് മുട്ടിൽ നിന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം അതെന്ന് പറയുന്നത് ഒട്ടും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അത് 6 മണി ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദുബായിൽ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് അവരൊന്നും ചെയ്യില്ല. ഒരു 5:30 ആകുമ്പോൾ തന്നെ അവരെല്ലാം അവരുടെ ജോലികളെല്ലാം നിർത്തി പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് എനിക്ക് ജോലിയുടെ ഇൻ്റർവ്യൂ കോൾ വന്നത് ആഫ്റ്റർ 6 ആണ്. ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവിടേക്ക് പോകുമ്പോൾ തൈലമെല്ലാം പൂശിപ്പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഒരു അടയാളം വേണമെന്ന് പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടത് എൻ്റെ ബസ് സ്റ്റോപ്പിൽ മാതാവിൻ്റെ കാശ് രൂപം ധരിച്ച ഒരു ചേച്ചി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഇത് മതി, കിട്ടുമോ എന്നുള്ളതല്ല, നീ എനിക്ക് ഞാൻ ചോദിച്ചതിന് നീ എനിക്കൊരു ഉത്തരമായി തന്നതാണ് ഈ ഇൻ്റർവ്യൂ എന്ന് ഞാൻ വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് റോമ 10 അധ്യായം. ഈശോ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. അത് ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്ത് ചെന്നു, ഓഫീസിൽ ചെന്ന് ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ കുറച്ച് വിശുദ്ധ ഉപ്പെടുത്തിട്ട് ഞാൻ അവരാരും കാണാത്തൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഇനി എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജോലി കിട്ടിയാൽ മാത്രമേ ആ ഓഫീസിലേക്ക് ഇനി എന്നും വരാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ ഈ ഒരു അടയാളമായി മാറണേന്ന് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ എനിക്കിനി മൺഡേ എനിക്ക് ടിക്കറ്റ് എടുക്കണം. അതിന് മുന്നേ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവർ റിപ്ലൈ തരണം. അത് ഞാൻ ചോദിക്കുന്നതെല്ലാം ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, മാതാവിനോട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെനിക്ക് അന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സൺഡേയിൽ എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, അതിന് വരണം. അതിൽ 2 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേരിൽ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ആ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പോയി. വേറൊരു ലേഡി കൂടെ ഉണ്ടായിരുന്നു അവിടെ ആ ഓഫീസിലുള്ള. എനിക്ക് ആ ദുബായ് തന്നെ ഹസ്ബൻഡ് അല്ലാണ്ട് വേറെ ആരെയും എനിക്കറിയില്ല. ദുബായിലൊക്കെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു റെഫറലാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ എനിക്കാരും റെഫർ ചെയ്യാനില്ല, നീ ആയിരിക്കണം എൻ്റെ റെഫറൽ, നീ ആയിരിക്കണം അവിടെ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, നീ ആയിരിക്കണം എന്നെ അവിടെ സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്ത ജോലിയല്ല, ഞാൻ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കമ്പനിയിലെ HR ചോദിച്ചു എൻ്റെ CV നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. കാരണം ഈ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ മെയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ബിക്കോസ് നമ്മൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, ഏതൊക്കെയാണ് ക്രൈറ്റീരിയ, JD ഒക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ എൻ്റെ മെയിൽ മൊത്തം സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനൊരു കമ്പനിയിലേക്ക് ഞാൻ എൻ്റെ CV അയച്ചിട്ടില്ല. ലിങ്ക്ഡിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് സൈറ്റിലോ ഒന്നും ഈ ഒരു കമ്പനി ഞാൻ സെർച്ച് ചെയ്തിട്ട് പോലും ഇല്ല.
ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആരോ വഴിയിട്ട് അവർക്ക് CV ഷെയർ ചെയ്ത് കിട്ടിയതാണ്. അവർ കുറേ നാളായി ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, ആരെയും കിട്ടുന്നില്ലായിരുന്നു, നിങ്ങളുടെ CV ആരോ വഴി ഷെയർ ചെയ്ത് കിട്ടിയതാണെന്നാണ്. ദൈവത്തിന് വളരെയധികം നന്ദി, ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. രണ്ടാമത്തെ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്കഷൻ നടക്കുമായിരുന്നു. ഡിസ്കഷൻ നടക്കുന്നതിൽ അവിടെ 2 പേര്, എന്നെ അറിയാത്ത 2 എംപ്ലോയീസ്, മാനേജറിന് വേറൊരാൾ എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഈ 2 എംപ്ലോയീസ് എനിക്ക് വേണ്ടി സംസാരിച്ചു. മാതാവ് അവരെ കൊണ്ട് സംസാരിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അവർ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ കാൻഡിഡേറ്റ് വേണ്ട, എന്നെ മതി എന്നുള്ള രീതിക്ക് അവർ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു. അവിടെ മാതാവ് അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലി കിട്ടുന്ന സമയത്ത് ഒട്ടും പോസിബിളായിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ്, ഞാൻ പറഞ്ഞ പോലെ ബ്രദറിനോടെ മാരേജ് ആയിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല, കാരണം ജോലിക്ക് ചെയ്ത് ഉടനെ തന്നെ ആരെയും നാട്ടിലേക്ക് വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ കൂടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ജോലി നീ എനിക്ക് തന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് മാതാവിന് ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നിനക്ക് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നിരുന്നു. ഞാൻ ഇനി എപ്പോൾ ലീവിന് വരുന്നു അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, കമ്പനിയുടെ ഒരു ഷിഫ്റ്റിംഗ് വന്നു. കമ്പനി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യായിരുന്നു. ആ ടൈമിൽ എനിക്ക് വിസ അടിക്കാനുള്ളത് കൊണ്ട് അവർ എനിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ള പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്രദറിൻ്റെ മാരേജും കൂടാൻ പറ്റി. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു 2 മാസത്തെ ഒരു ജോലി തന്നാൽ മതി, ആ 2 മാസം കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് തന്നത് 2 വർഷത്തെ ജോബ് വിസയിലാണ് എനിക്ക് ജോലി തന്നത്. മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുള്ള, പത്രം കൊടുക്കണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ പത്രം പ്രേക്ഷിത പ്രവർത്തനമാണ്, എല്ലാവർക്കും കൊടുക്കണമെന്ന് മനസ്സിലായി. അത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത്, ഓക്കെ, അങ്ങനെയാണ് ഞാൻ അറിയുന്നത് നമ്മൾ NRI ഉടമ്പടിയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു കെട്ട് പത്രമല്ലേ ഉള്ളൂ, വളരെ സന്തോഷം. കാരണം ബാക്കി ഈ 3 പ്രാവശ്യം പുതുക്കുമ്പോൾ പത്രമൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിക്കാം, പെട്ടെന്ന് സാക്ഷ്യം പറയാം, പെട്ടെന്ന് ഓടിപ്പോവാം, അങ്ങനെ വിചാരിച്ചു വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മാതാവ് എന്താ പറയുക, എനിക്ക് ചാലഞ്ചസാണ് തരുന്നത്. നീ ഇത് ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്യുമോ ഞാൻ നോക്കട്ടെ, ഞാൻ ചുമ്മാ അനുഗ്രഹം തന്നാൽ പോരല്ലോ എന്നുള്ളൊരു രീതിയിലാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ മാതാവ് ഇതേപോലെ, അതിനു മുന്നേ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കയറിയപ്പോൾ നല്ല ഡിഫിക്കൽട്ടായപ്പോൾ പറയുന്നതിൻ്റെ അപ്പുറത്തെ ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഇത്രയും പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടിയിട്ട് ഇത് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും? മനസ്സിന് സന്തോഷമില്ലാതെ ഒരു ജോലി ചെയ്തിട്ട് ഞാൻ അത് വന്നിട്ട് നീ തന്ന ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ച് പോവാണ്. അപ്പം ഞാൻ പോകുന്നത് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വാതിക്കൽ കൂടിയാണ്. എനിക്ക് അടുത്ത് തന്നെയാണ് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ജീവിതമായിട്ട് കണക്ട് ചെയ്തൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു. അതായത് വിശുദ്ധ പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു 3 കൊട്ട എന്തോ നിറയെ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും വന്യജീവികളും ഇഴജന്തുക്കളും ഒക്കെ കൊട്ടയിൽ വെച്ചിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. അപ്പോൾ പത്രോസ് പറയാണ്, മലിനമായത് ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അടുത്ത സ്വരം എന്ന് പറയുന്നത്, ഞാൻ സൃഷ്ടിച്ചതിനെ എങ്ങനെ മലിനമെന്ന് നിനക്ക് പറയാൻ സാധിക്കും? അപ്പം എനിക്കൊരു തോട്ട് വന്നു. കഥ പറയാണ്, ഞാൻ തന്ന ജോലിനെ ഡിഫിക്കൽട്ടോ എന്തോ ആയിക്കോട്ടെ, അത് നിനക്ക് എങ്ങനെ ചീത്തയാണെന്ന് പറയാൻ സാധിക്കുന്നു? കാരണം ഞാനത് മഹത്വപ്പെടുത്താൻ വേണ്ടി ചോദിച്ചൊരു കാര്യമാണ്. അത് എൻ്റെ നല്ലതിന് വേണ്ടി കിട്ടിയതാണ്, ഇന്നല്ലെങ്കിൽ നാളെ അതെൻ്റെ നല്ലതിന് വേണ്ടി ഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ലീവിന് വേണ്ടി വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് അടുത്ത ചലഞ്ച് വന്നു, 3 കെട്ട് പത്രം. ഇതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വരണ്ടുപോയി. 1 കെട്ട് പത്രം തന്നെ എങ്ങനെ കൊടുക്കുമെന്നറിയാതെ വന്ന് എൻ്റെ കയ്യിലേക്ക് മാതാവ് തന്നത് 3 കെട്ട് പത്രം. NRI ഉടമ്പടിയല്ലേ, 3 കെട്ട് പത്രം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, ഇതെവിടെ കൊണ്ട് കൊടുക്കും? എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഒരു പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യാണ്ട് ചുമ്മാ പോയി ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ചെയ്യണമെന്നുള്ള ഇതിൽ ഞാൻ എന്ത് ചെയ്യും? പത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? ഞാൻ ആദ്യം കണ്ടൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സജസ്റ്റ് ചെയ്ത ഒരു പണിയാണ്, ഞാൻ വണ്ടിയെ പോകാം, നീ പുറകെ കയറി നമുക്ക് പത്രം എറിയുന്ന പോലെ എല്ലാ വീട്ടിലും എറിഞ്ഞെറിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കേണ്ടതല്ല പത്രം എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്. എൻ്റെ ആൻറ്റിയുടെ വീടുണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു, നന്നായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തു, നന്നായിട്ട് ഒരുങ്ങി. കാരണം നമ്മൾ അലുത്ത കോലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയും, വേണ്ട പൊക്കോന്ന് പറയും. ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്, നന്നായിട്ട് ഒരുങ്ങി നല്ല മിടുക്കിയായിട്ട്
ഓരോ വീടുകളിലും കയറി ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഒരാൾ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ തീർന്നു, ഈ കയറി ചെന്ന ധൈര്യമൊക്കെ അങ്ങ് താഴേക്ക് പോകും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ കഷ്ടമുണ്ട്, ഒരാൾ ആദ്യം ഒന്ന് വാങ്ങിച്ചു കിട്ടിയാൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കയറി ചെന്നെന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുന്നൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ കാണുന്നത് 2 പേരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തായാലും കീറിക്കളയത്തില്ല, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയത്തില്ല, വാങ്ങും. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് വാങ്ങുമോ, എനിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാ. അവർ പറഞ്ഞു, കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ മടിയോ, ഞങ്ങൾ അവിടുത്തെ പഴയ പ്രേക്ഷിതരാണ്, നിന്നെയും കൊണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ മക്കളുടെ വീടുകളെല്ലാം എൻ്റെ കൂടെ വന്ന് ആ പത്രം കൊടുപ്പിച്ചു. അങ്ങനെ ആ കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്ക് യേശു തന്നു, സാന്നിധ്യത്തിൽ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ 3 പത്രങ്ങളും ബീച്ചിലും ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ആ പത്രം കൊടുത്തു. കാരണം ഞാൻ ബ്ലെസ്സിങ് വാങ്ങാൻ അപ്പോൾ അവർ പറയുന്നുണ്ട് NR ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നമുക്ക് ബ്ലെസ്സിങ് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വാങ്ങില്ല, അത് ഭയങ്കര ഈസി ആയി പോകും, പിന്നെ പത്രം കൊടുക്കാൻ എനിക്ക് മടിയാവും. സോ ബ്ലെസ്സിങ് വാങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനു മുന്നേ ഞാൻ ഈ 3 കെട്ട് പത്രവും കൊടുത്ത് കഴിഞ്ഞിട്ടേ വരുമെന്നുള്ളത് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരുന്നു. എൻ്റെ 3 കെട്ട് പത്രങ്ങൾ എനിക്ക് വായിക്കാനുള്ള ഒരു പത്രം അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നിട്ടാണ് ഇവിടെ ബ്ലെസ്സിങ് വാങ്ങിച്ചതും സാക്ഷ്യം പറഞ്ഞതും. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നതും ഒരുപാട് നമ്മുടെ ഇവിടുത്തെ പൂങ്കാവ് പാതിരപ്പള്ളി തന്നെ വൃദ്ധസനമുണ്ട്. അവിടത്തേക്ക് ഞാൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ തൊട്ടുള്ള എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് രോഗിയായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണുകയും അവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയധികം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ സാധിക്കാതിരിക്കോ എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. തന്നാലും ഇല്ലെങ്കിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മാധവനോട് പറഞ്ഞുകൊണ്ട് 1000 നന്ദി പറയുന്നു.